നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് CPIM വിലയിരുത്തൽ. ജില്ലയിലെ 3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കും. കുന്നമംഗലം, നാദാപുരം, കോഴിക്കോട് സൗത്ത് സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യത. വോട്ട് ചോർച്ചയുണ്ടെങ്കിലും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് എലത്തൂർ ജയിക്കുമെന്നും CPIM ജില്ലാ സെന്റർ യോഗത്തിൽ വിലയിരുത്തൽ. പ്രസാദ് ഉടുമ്പിശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ഇനി വിധി വരാൻ വെറും 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴാണ് കോഴിക്കോട് ജില്ലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് CPIM വിലയിരുത്തുന്നത്. എങ്ങനെയാണ് കണക്കുകൂട്ടൽ വിവരങ്ങൾ? സ്വാതി, ഇനി വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ തലങ്ങളിൽ നിന്നും എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ബൂത്ത് തല കണക്കുകൾ പാർട്ടി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും എല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം CPMന്റെ കോഴിക്കോട് ജില്ലാ സെന്റർ യോഗം ചേരുകയും ഒരു അന്തിമ വിലയിരുത്തലിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 3 സിറ്റിംഗ് സീറ്റുകൾ നാദാപുരം, കുന്നമംഗലം, അതോടൊപ്പം തന്നെ കോഴിക്കോട് സൗത്ത്, ഈ 3 സിറ്റിംഗ് സീറ്റുകളിൽ ഇത് 3ഉം ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളാണ്. ഈ 3 സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തലായിട്ടുള്ളത്. അത് നാദാപുരത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ഒരുപക്ഷെ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. കുന്നമംഗലവും കോഴിക്കോട് സൗത്തും, ഈ കുന്നമംഗലത്ത് അവിടെ PT റഹീമാണ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. PT റഹീമിനെതിരെ ഒരു ജനവികാരം ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് പാർട്ടി മനസ്സിലാക്കുന്നു. അത് പാർട്ടിക്ക് പുറത്ത് അവിടെ അദ്ദേഹത്തിന്റെ ഒരു ജനപിന്തുണയുണ്ട്, ബഹുജന പിന്തുണയുണ്ട്. ആ പിന്തുണയിൽ അല്പം കുറവ് വന്നിട്ടുണ്ടോ എന്നതും പാർട്ടി വിലയിരുത്തുന്നു. കോഴിക്കോട് സൗത്തും ഇത്തരത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ നിലവിൽ 2 സീറ്റുകളാണ് UDFന് കോഴിക്കോട് ജില്ലയിലുള്ളത്. അത് കൊടുവള്ളിയും മറ്റൊന്ന് വടകരയുമാണ്. ഇതിന് പുറമെ 3 സീറ്റുകൾ കൂടി UDFന് ലഭിച്ചേക്കാം എന്നുള്ളതാണ്. 13 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ UDFന് ലഭിച്ചേക്കാം എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ CPMന്റെ ഭാഗത്തുനിന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എലത്തൂരാണ്. എലത്തൂർ കഴിഞ്ഞ തവണ 38,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു മണ്ഡലമാണ്. അവിടെ വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അതിൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ്, ജയിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനെ എലത്തൂരിൽ ജയിക്കാൻ കഴിയൂ എന്നൊരു വിലയിരുത്തലാണ് CPM ഉള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എലത്തൂരിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ വലിയ തോതിൽ വിവാദമായിരുന്നു. അവിടെ മന്ത്രി AK ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ NCPയിൽ തന്നെ തർക്കമുയരുകയും LDFന്റെ ജില്ലാ കൺവീനർ കൂടിയായിട്ടുള്ള മുക്കം മുഹമ്മദിനെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ AK ശശീന്ദ്രൻ നിരന്തരമായി ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ പാർട്ടിക്കകത്ത്, അവിടെ LDFനകത്ത് വലിയ തോതിലുള്ള അമർഷം അവരുടെ സാധാരണ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ തിരിച്ചടിക്ക് കാരണമായി മാറിയേക്കാം, വലിയ തോതിൽ വോട്ട് കുറയാനുള്ള കാരണമായി മാറിയേക്കാം. പക്ഷേ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും എലത്തൂർ നിലനിർത്തുമെന്ന് തന്നെയാണ് അന്തിമ വിലയിരുത്തൽ.